ഈ ലോകത്ത് നമുക്ക് ചെന്നെത്താൻ കഴിയാത്തതും നിലവിലുള്ള സിദ്ധാന്തങ്ങളെല്ലാം തെറ്റിപ്പോകുന്നതുമായ ഒരിടമുണ്ട്. അതാണ് ആഴക്കടൽ. ആഴക്കടലിലെ ജീവികളിൽ പലതിനും കടലിന്റെ ഉപരിതലത്തിൽ ജീവിക്കുന്ന തങ്ങളുടെ വർഗത്തിലുള്ളവയേക്കാൾ അതിഭീമമായ വലുപ്പമുണ്ടാകും. ഈ പ്രതിഭാസത്തെയാണ് ആഴക്കടൽ ഭീമാകാരം അഥവാ ഡീപ് സീ ജൈഗന്റിസം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഉപരിതലത്തിലെ കണവകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് 10 മടങ്ങ് വലുപ്പമുണ്ട്. ഇവയ്ക്ക് ഏകദേശം 40 അടിയിലധികം നീളമുണ്ടാകും. സാധാരണ ഞണ്ടുകൾ, ചെമ്മീനുകൾ, ചിലന്തികൾ എന്നിവയുടെ ആഴക്കടൽ രൂപങ്ങൾ അവയുടെ ഉപരിതല രൂപങ്ങളെക്കാൾ വളരെ വലുതായിരിക്കും. ഭീമാകാരമായ വലുപ്പത്തിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. എക്സ്ട്രീം കോൾഡ്. ആഴക്കടലിലെ തണുപ്പ് കാരണം ജീവികളുടെ മെറ്റാബോളിസം വളരെ പതുക്കെ നടക്കുന്നു. ഇത് അവയുടെ ആയുസ് കൂട്ടുകയും കൂടുതൽ കാലം വളരാൻ സമയം നൽകുകയും ചെയ്യുന്നു. 2. ഭക്ഷണം കുറവ്. ഭക്ഷണം വളരെ കുറവായതുകൊണ്ട് കിട്ടുന്ന ഊർജം മുഴുവൻ ശരീരത്തിന്റെ വലുപ്പം കൂട്ടാനും കുറഞ്ഞ ഭക്ഷണം കൊണ്ട് കൂടുതൽ കാലം അതിജീവിക്കാനും ശരീരം രൂപപ്പെടുന്നു. വലിയ ശരീരത്തിന് ഊർജം കുറവ് മതി, കൂടുതൽ കാലം ജീവിക്കാം. ഈ പ്രതിഭാസം ആഴക്കടലിലെ ജീവികളെ കൂടുതൽ നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമാക്കുന്നു. ആഴക്കടൽ ജീവികളുടെ നിലനിൽപ്പിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്: വെളിച്ചമെന്ന ആയുധം, ബയോലൂമിനസെൻസും സുതാര്യതയും. ആഴക്കടലിൽ സ്വന്തമായി വെളിച്ചം നിർമ്മിക്കാനുള്ള കഴിവ്. ബയോലൂമിനസെൻസ് ഒരു പ്രധാന അതിജീവന തന്ത്രമാണ്. ഈ ലോകത്തെ 90% ജീവികളും സ്വയം പ്രകാശിക്കുന്നവരാണ്. ഇരകളെ ആകർഷിക്കാനും ഇണയെ കണ്ടെത്താനും അതുപോലെ ശക്തരായ ഇരപിടിയന്മാരെ ആശയക്കുഴപ്പത്തിലാക്കി രക്ഷപ്പെടാനും ഈ വെളിച്ചം ഉപയോഗിക്കുന്നു. ട്രാൻസ്പെറൻസി. ചില ജീവികൾ ചുറ്റുമുള്ള പ്രകാശം മറ്റ് ജീവികൾ പുറപ്പെടുവിക്കുന്ന വെളിച്ചം വഴി തങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി ക്രിസ്റ്റൽ പോലെ സുതാര്യമായ ശരീരം സ്വീകരിക്കുന്നു. ഇത് അവർക്ക് ഇരുട്ടിൽ മികച്ച ഒളിത്താവളം നൽകുന്നു. 2. ഭീമാകാരമായ മർദ്ദത്തെ അതിജീവിക്കൽ. ആഴക്കടലിലെ മർദ്ദം ഉപരിതലത്തിലുള്ള മർദ്ദത്തേക്കാൾ ആയിരക്കണക്കിന് ഇരട്ടിയാണ്. മനുഷ്യന്റെ ശരീരത്തെ തകർക്കാൻ പോന്ന ഈ മർദ്ദത്തെ അവ അതിജീവിക്കുന്നത് തങ്ങളുടെ ശരീരത്തിലെ കോശഘടനയിൽ വരുത്തിയ പ്രത്യേക മാറ്റങ്ങളിലൂടെയാണ്. മർദ്ദം കോശങ്ങളെ ഞെരുക്കുന്നത് തടയാൻ ഈ ജീവികൾ പ്രത്യേകതരം രാസവസ്തുക്കൾ, ഉദാഹരണത്തിന് TMAO ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് കോശങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. തീവ്രമായ വേട്ടയാടൽ രീതി. ആഴക്കടലിൽ ഭക്ഷണം വളരെ കുറവാണ്. അതുകൊണ്ട് കിട്ടുന്ന ഭക്ഷണം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇവ പ്രത്യേക രീതികൾ അവലംബിക്കുന്നു. വലിയ പല്ലുകൾ. വീഡിയോയിൽ കണ്ടതുപോലെ പല വേട്ടക്കാർക്കും ഭയപ്പെടുത്തുന്ന വലിയതും മൂർച്ചയുള്ളതുമായ പല്ലുകളുണ്ട്. ഇത് ഇര ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. വികസിപ്പിക്കാവുന്ന വയർ. ഒരു ഭക്ഷണം കിട്ടിയാൽ അടുത്ത ഭക്ഷണം ലഭിക്കുന്നതുവരെ ജീവൻ നിലനിർത്താനായി സ്വന്തം ശരീരത്തേക്കാൾ വലിയ ഇരയെപ്പോലും ഭക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ വലിച്ചുകെട്ടാൻ കഴിയുന്ന വലിയ വയറുകൾ ഇവയ്ക്കുണ്ട്. ആഴക്കടലിന്റെ അടിത്തട്ടിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള മാഗ്മയുടെ ചൂട് കാരണം ഹൈഡ്രോ തെർമൽ വെന്റ്സ് ഉണ്ട്. ഈ ഉറവകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിന് 400 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുണ്ടാകും. സാധാരണ ജീവികളെ തിളപ്പിക്കാൻ പോന്ന ഈ ചൂടുവെള്ളം ഒഴുകി വരുമ്പോഴും ഈ ചൂടുറവകൾക്ക് ചുറ്റും സാധാരണ കടലിൽ കാണാത്ത രാസവസ്തുക്കൾ ഭക്ഷിച്ച് ജീവിക്കുന്ന കീമോസിന്തസിസ് വിചിത്ര ജീവികളുടെ ഒരു വലിയ സമൂഹം തഴച്ചു വളരുന്നു. സൂര്യപ്രകാശം ഒട്ടുമില്ലാത്ത ലോകത്ത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കുന്ന ഏക ആവാസ വ്യവസ്ഥയാണിത്. ഈ വസ്തുത ആഴക്കടലിലെ ഊർജ്ജസ്രോതസ്സിനെക്കുറിച്ചും അവിടുത്തെ വിചിത്രമായ ജീവിതരീതിയെക്കുറിച്ചുമുള്ളതാണ്. ആഴക്കടൽ ജീവികൾ ഓരോ രാത്രിയും നടത്തുന്ന ഒരു യാത്രയുണ്ട്. ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ ദേശാടനം, മൈഗ്രേഷനായി കണക്കാക്കപ്പെടുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആഴക്കടലിന്റെ ഇരുട്ടിൽ നിന്ന് ചെമ്മീനുകൾ, ചെറിയ മീനുകൾ, ജെല്ലിഫിഷുകൾ തുടങ്ങിയ കോടിക്കണക്കിന് ജീവികൾ ഭക്ഷണത്തിനായി മുകളിലെ ഉപരിതലത്തിനടുത്തുള്ള വെള്ളത്തിലേക്ക് കൂട്ടമായി നീന്തിവരുന്നു. നേരം വെളുക്കുമ്പോൾ സൂര്യരശ്മിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവ വീണ്ടും ആഴക്കടലിലേക്ക് തിരിച്ചുപോകുന്നു. ഈ ദിനരാത്ര യാത്രയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവികൾ ഒരുമിച്ച് നടത്തുന്ന പ്രയാണമായി കണക്കാക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വിസ്തൃതവും എന്നാൽ ഏറ്റവും കുറച്ച് മാത്രം മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ആഴക്കടൽ. സൂര്യരശ്മി ഒട്ടും കടന്നു ചെല്ലാത്ത കഠിനമായ തണുപ്പും ഭീമാകാരമായ ജലമർദ്ദവും നിലനിൽക്കുന്ന ഈ ലോകത്ത് സാധാരണ ജീവികൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ഈ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ട അവിശ്വസനീയമായ പ്രത്യേകതകളുള്ള ജീവികളെയാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത്.